മലയാളി മരക്കഴുതയാണെന്നേ ഞാനും പറയത്തുള്ളൂ. എന്തെന്നാൽ പോത്തിറച്ചി കിലോ 350 മുതൽ 400 രൂപ വരെയാണ് വില. ആട് കിലോ 750 മുതൽ 900 വരെ. കോഴിയിറച്ചി കിലോ 250. പച്ചക്കറി തോന്നിയ വില. ഉടുക്കാനുള്ള തുണിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500 രൂപ മുതൽ. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതുകൊണ്ടുള്ള അധിക വില നിലവാരമല്ല ഇത്. തൊട്ടയൽ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ വിലയാണിത് എന്ന് ഓർക്കുക. തൊട്ടയൽ സംസ്ഥാനത്ത് 50 രൂപ വിലയുള്ള പ്ലാസ്റ്റിക്കിന്റെ കപ്പും ബക്കറ്റും നമ്മുടെ കേരളത്തിലെത്തുമ്പോൾ 300, 400, 500 രൂപയാണ് വില. 100 രൂപയ്ക്കും 200 രൂപയ്ക്കും തൊട്ടയൽ സംസ്ഥാനത്ത് കിട്ടുന്ന പാന്റിനും ഷർട്ടിനും സാരിക്കും നമ്മുടെ കേരളത്തിൽ 500, 1000, 2000 ഒക്കെയാണ് വില. കേരളത്തിലേക്ക് വേണ്ടതെല്ലാം തൊട്ടയൽ സംസ്ഥാനത്ത് നിന്ന് വരണം പോലും. അതാണത്രേ ഈ വില. കഴിഞ്ഞ 60 വർഷമായി കേരളം ഭരിച്ച രാഷ്ട്രീയ ജീവികളുടെ സംഭാവനയാണിത്. കേരളത്തെ കൊള്ളയടിക്കുകയാണ് അയൽ സംസ്ഥാനങ്ങൾ. സംശയമുണ്ടോ നിങ്ങൾക്ക്? അവരെ കുറ്റം പറയണ്ട. അതിനിടയാക്കിയത് നമ്മുടെ രാഷ്ട്രീയ കൊള്ളക്കാരാണ്. ഒരു മാസം നമുക്ക് വരുന്ന കുടുംബ ചെലവിന്റെ പകുതിയേ വരുന്നുള്ളൂ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ സ്റ്റേറ്റുകാരനും. അറിയുമോ നിങ്ങൾക്ക്? ഇതേ നിലവാരത്തിൽ തന്നെയാണ് അവരും ജീവിക്കുന്നത്. അല്ല എന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന പച്ച നുണയാണ്. തിന്നാനുള്ളതും ഉടുക്കാനുള്ളതും ഉപയോഗിക്കാനുള്ളതും അവർ അവരുടെ സ്റ്റേറ്റിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ വിലക്കുറവും പണലാഭവും. ആരാണ് കേരളത്തെ ഇങ്ങനെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി തീർത്തത്? ആരാണ് കേരളത്തെ ഇങ്ങനെ കൊള്ളയടിക്കാൻ പാകത്തിൽ ദരിദ്രമാക്കിയത്? മാറി മാറി ഭരിച്ച നമ്മുടെ രാഷ്ട്രീയക്കാർ. വികസനത്തിന്റെ അപ്പസ്തലനായി വാഴ്ത്തപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏകദേശം 75 വയസ്സായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രായത്തിനിടയ്ക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും കേരളത്തിലെ 100 കണക്കിന് വ്യവസായങ്ങൾ പൂട്ടിച്ചിട്ടാണ് അദ്ദേഹം ഈ കസേര വരെ എത്തിയത്. അല്ലാതെ ഒരു വ്യവസായമെങ്കിലും തുറന്നിട്ടോ കൊണ്ടുവന്നിട്ടോ അല്ല. ഇന്നും കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി നിലകൊള്ളുന്നതിന്റെ പ്രധാന ട്രോഫി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുള്ളതാണ്. സ്വന്തം മകൾ പോലും അന്യ സംസ്ഥാനത്ത് ബിസിനസ് ചെയ്ത് ദുർമാതൃക കാണിക്കുന്നു ബാക്കി മറ്റുള്ളവർക്കും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈ അയച്ച് സംഭാവന കൊടുക്കാതെയും പ്രീണിപ്പിച്ച് നിർത്താതെയും കേരളത്തിലെ ഒരു വ്യാപാരിക്കും നിലനിൽപ്പില്ല എന്നുള്ളത് പച്ചയായ സത്യം തന്നെയാണ്. കേരളത്തിലെ 90% രാഷ്ട്രീയക്കാരും അന്യ സംസ്ഥാനങ്ങളിൽ കൃഷി നടത്തുന്ന ബിനാമി ഉൽപ്പന്നങ്ങളാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ്. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാംസവും മത്സ്യവും പച്ചക്കറിയും സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തതയിൽ എത്തണമെന്ന്. കുറെ നാളായി കേൾക്കുന്ന കോമഡി ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ എന്നു മുതലാണ് പൂട്ടിക്കൽ നിർത്തി തുറക്കൽ തുടങ്ങിയത്? ഒരു വർക്ക്ഷോപ്പ് പോലും തുടങ്ങാൻ കഴിയാതെ ഒരു മനുഷ്യൻ ആ വർക്ക്ഷോപ്പിനകത്ത് ആത്മഹത്യ ചെയ്ത ലോകത്തിലെ ഒരേ ഒരു നാടാണ് നമ്മുടെ കേരളം. മനസ്സിലാക്കണം നിങ്ങൾ, ഓരോ വസ്തുവിനും ഇന്ത്യയിലെ ഏറ്റവും കൂടിയ വില കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് കേരളീയർ. ഈ നാട് എങ്ങനെ ഈ അവസ്ഥയിൽ എത്തി എന്നത് ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്കറിയില്ല. എന്തായാലും ഈ കുറിപ്പിട്ട അജ്ഞാത സുഹൃത്തിന് നന്ദി.